Hello friends, എല്ലാവർക്കും Princy Drive സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹാഫ് ക്ലച്ച് ഉപയോഗിച്ച് എങ്ങനെ വാഹനം ഓടിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ മുമ്പുള്ള ചില വീഡിയോകളിലൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹാഫ് ക്ലച്ച് കയറ്റം വാക്കിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഹാഫ് ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ പല വാഹനങ്ങളിൽ പല മെത്തേഡിലാണ്. ഹാഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവാണ്, അല്ല ഹാഫ് ക്ലച്ചിന് വേറെ രീതികളൊന്നുമില്ല. അതിൻ്റെ അളവിൽ നേരിയ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ആൾട്ടയിലാണ്. അപ്പോൾ ആൾട്ടയിൽ എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഏറെക്കുറെ പകുതി ആവുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നമ്മൾ പഴയ അംബാസഡർ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഏറെക്കുറെ മുക്കാൽ ഭാഗം വരെ ക്ലച്ച് വിട്ടാൽ മാത്രമേ അതിൽ നമുക്ക് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ആ ഒരു ലെവലിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ ഓരോ വാഹനങ്ങൾക്ക് അങ്ങനെയുള്ള പല രീതിയിൽ അങ്ങനെയുള്ള നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. ഓക്കെ, ഉപയോഗിക്കുന്നതെല്ലാം ഏറെക്കുറെ ഒരേ രീതി തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് അതൊക്കെ കാണിച്ചു തരുന്നത് നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ കാക്കയെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്, ക്ലിയർ ചെയ്തതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ വേറെ ബ്രേക്ക് ഒന്നും ചവിട്ടുന്നു. ഇപ്പോൾ ഇതൊരു നിരപ്പായ സ്ഥലമാണ്. ഇപ്പോൾ പുള്ളി ക്ലച്ച് മാത്രം റിലീസ് ചെയ്ത് വാഹനം ചെറിയ രീതിയിൽ ഇപ്പോൾ മൂവ് ചെയ്യും. ഓക്കെ, നോക്കുക. വളരെ പതിയാണ് ഇവിടെ, വളരെ സാവധാനം ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, കണ്ടല്ലോ, ചെറിയ രീതിയിൽ വിട്ടപ്പോൾ തന്നെ വാഹനം മൂവ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മൂവ് ആവുന്ന പരുവത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഈ ഹാഫ് ക്ലച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട, നല്ലോണം ബ്രേക്ക് ചവിട്ടുക. നിർത്തിക്കൊണ്ട് കേട്ടോ, നല്ലോണം നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന ടൈമിൽ എന്നിട്ട് നമ്മൾ നല്ലോണം ബ്രേക്ക് ചവിട്ടുന്ന ടൈമിൽ ക്ലച്ച് കുറേശ്ശെ എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം വിടുമ്പോൾ വണ്ടിയിൽ ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ വാഹനത്തിൽ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഇപ്പൊ ചെറിയൊരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്, സൗണ്ടിൽ ചെറിയ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. ഈ വൈബ്രേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് വിടുകയാണെങ്കിൽ വണ്ടി മൂവ് ആവും. ഓക്കെ, ഇപ്പോൾ ഒരു വൈബ്രേഷൻ പ്രോസസ്സിലാണ് ഇരിക്കുന്നത്. ബ്രേക്കിൽ നിന്ന് ഇപ്പോൾ കാലെടുക്കുകയാണ്, കണ്ടല്ലോ, വാഹനം പെട്ടെന്ന് മൂവ് ആവും. ഓക്കെ, ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ വാഹനം വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്പേസാണ് നമ്മുടെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. പക്ഷേ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് പരിശീലിക്കുക. ഓക്കെ, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഹാഫ് ക്ലച്ചിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹാഫ് ക്ലച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഈ കയറ്റം റോഡുകളിലൊക്കെ അല്ലെങ്കിൽ കയറ്റം ഭാഗത്തൊക്കെ എങ്ങനെ വാഹനം ഓടിക്കാം, ഹാഫ് ക്ലച്ച് ഉപയോഗിച്ച് എങ്ങനെ വാഹനം ഓടിക്കാം എന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.